ഹാപ്പി വാലന്റൈൻസ് ഡേ. ഓക്കെ, നോ പ്രോബ്ലം. ഹാപ്പി വാലന്റൈൻസ് ഡേ. എനിക്കും ഒരു ഗേൾ ഫ്രണ്ട് വേണമെടാ. എനിക്കൊരു ഗേൾ ഫ്രണ്ട് വേണം. ഹാപ്പി വാലന്റൈൻസ് ഡേ. എവിടെ നോക്കിയാലും ആ കഴുതയുടെ മരമൊന്നേ ഉള്ളൂ. എന്തിനാ ആദ്യം നിങ്ങൾ ഇന്ന് ശത്രുവായി കാണുന്നത്? ഹി ഈസ് നോട്ട് എ ബാഡ് പേഴ്സൺ. എന്തും വെട്ടി തുറന്നു പറയും, അത്രേ ഉള്ളൂ. എന്താ അവന്റെ പ്രേമം മനസ്സിൽ തന്നെ വെച്ചിട്ട് നിങ്ങളോട് ഫ്രണ്ട്ലി ആയിട്ടല്ലേ പെരുമാറാറ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ കഴിയോ? നിങ്ങൾക്കും അവനെ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് കണ്ടൂടെ? എത്ര നാളാണ് നിന്നെ ഒന്ന് കണ്ടിട്ട്? ഞാൻ പറഞ്ഞില്ലേ എന്റെ ഗേൾ ഫ്രണ്ടിനെ കൊണ്ടുവരുമെന്ന്. മീറ്റ് മൈ ഗേൾ ഫ്രണ്ട് റോസി. ഹലോ. എന്താടാ അവനിരിക്കുന്നുണ്ടാ? ഓ, വൺ സൈഡ് ലവർ ആര്യ. അവനെ പേടിച്ചിട്ടാണോ? വാടാ. ഞാനില്ല. എന്ത് ഡിസ്റ്റർബൻസ്? നമ്മളായിരിക്കണം മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ട് അളിയാ നീ അവനെ ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യ്. എന്താണോ നോക്കുന്നേ? ഇതുവരെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പൊ ഇതാ ഞാൻ വന്നിരിക്കുന്നു. ഇനി ഒരുത്തനും ഇവിടെ കളിക്കില്ല. നീ ചെല്ലടാ, അങ്ങോട്ട് ചെല്ലടാ. ഗോ മാൻ. ബോസ്, ബോസ് നിങ്ങൾ എന്നെ ഐ കാന്റ് ബിലീവ് നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യാനാ ബോസ്. ബോസ് ഇങ്ങനൊന്നും സംസാരിക്കരുത്. ഗീത, ഹായ് ബോസ്. ഗീത എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നല്ലേ? താങ്ക് യു വെരി മച്ച് ബോസ്. അയ്യോ പറയാൻ മറന്നുപോയി. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ ഗീത. അവരെല്ലാം കൂടെ വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 പേർക്ക് മാത്രമായിട്ട് എങ്ങോട്ടെങ്കിലും മുങ്ങാം. ജസ്റ്റ് എസ്കേപ്പ്. എന്ത് പറയുന്നു? ഹായ് ഹായ്. ഞങ്ങൾ ഒന്നായി, അറിഞ്ഞില്ലേ? എടാ ഞങ്ങൾ ഒന്നായടാ. ഇരിക്കുന്നത് പ്ലീസ്. കമോൺ. അജയ് ഒരു മിനിറ്റ്. എപ്പോഴും ബോസല്ലേ ഗീത എടുത്തിരിക്കുന്നേ. ഒരു പ്രാവശ്യമെങ്കിലും ഞാനൊന്നും ഇരിക്കട്ടെ. എന്താ ബോസ്? ഗീത ഇരിക്കേ. താങ്ക് യു ബോസ്. ഈ സന്തോഷം പങ്കിടാൻ എല്ലാവർക്കും എന്റെ വക ഐസ്ക്രീം. ബെറർ വാട്ട് യു വാണ്ട് സർ? വൺ വാനില. സ്ട്രോബെറി. എനിക്ക് സ്ട്രോബെറി. ബട്ടർസ്കോച്ച്. റാസ്ബെറി. ചോക്ലേറ്റ്. അപ്പൊ എനിക്കും ചോക്ലേറ്റ്. ചോക്ലേറ്റ് ക്യാൻസൽ, വാനില. ഏയ് അതെന്താടി, നിനക്ക് ചോക്ലേറ്റ് അല്ലേ ഇഷ്ടം? തൽക്കാലം ഞാൻ എന്റെ ഇഷ്ടം മാറ്റി. അത് കറക്റ്റ്. ഇഷ്ടങ്ങൾ മാറി വേണം തന്നെയാ എന്റെ ആഗ്രഹം. ശരിയാക്കി തരാം മോനെ. ആഗ്രഹമൊക്കെ കൊള്ളാം, പക്ഷെ ലവിന്റെ കാര്യത്തിൽ അത് വേണ്ട. എങ്ങനെയുണ്ടാ? മിക്കവാറും ഇവൻ എന്റെ കയ്യിൽ നിന്ന് മേടി. ഈ 2 വിരലിൽ ഏതെങ്കിലും ഒന്നി തൊട്ടെ. നിക്ക്. നിന്റെ ഫ്രാങ്ക്നെസ് എനിക്ക് ഇഷ്ടമായി. ഇനി വല്ല തൊട്ടെ. യെസ്, മൈ ലവ് സക്സസ്, മൈ ലവ് സക്സസ്, മൈ ലവ് സക്സസ്. എന്തോന്ന് ലവ് സക്സസ്? നിന്റെ ലവ് എപ്പോഴേ ഫെയിൽ അല്ലടാ. ഈ ജന്മത്തിൽ നിന്നെ ആരും പ്രേമിക്കില്ല, പിന്നെ കിടന്നോട്ട് ലവ് സക്സസ്. യു ആർ റൈറ്റ് ബോസ്. ഇവിടേക്ക് നോക്ക്, ഇവർ തമ്മിൽ പിരിഞ്ഞാലോ? അതെ ബോസ്, എത്രയോ പേര് അങ്ങനെ വേർപിരിയുന്നത്. ഇന്ന് വാലന്റൈൻസ് ഡേയാ. നോക്ക്, എത്ര ജോഡികൾ അത് ഹാപ്പി ആയിട്ട് ആഘോഷിക്കുന്നത്. നെക്സ്റ്റ് ഇയർ ഇതേ വാലന്റൈൻസ് ഡേക്ക് ഇവർ ഇതേ ലവേഴ്സിനെ കൊണ്ട് വരുന്ന ഗ്യാരണ്ടി ഒന്നുമില്ലല്ലോ. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ കൊല്ലം നീ റാണിയെ കൊണ്ടുവന്നു, ഈ പ്രാവശ്യം റോസി ആയില്ലേ? നിനക്ക് ഞാൻ ഇതിന് വെച്ചിട്ടുണ്ട്. അവൻ തന്നെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. എന്താ ആര്യ ഇത്? വെറുതെ അവരെ പിരിക്കുന്ന കാര്യം ഉണ്ടായിരുന്നോ? നീയും പ്രേമിക്കുന്നവനല്ലേ? നോക്ക് ശാന്തി, ഞാൻ പ്രേമത്തിന്റെ വിശുദ്ധിയിൽ വിശ്വസിക്കുന്നു. പ്രേമം അഭിനയിക്കാനുള്ളതല്ല, അത് ഉള്ളിന്നുണ്ടാവണം, പിടിച്ചു വാങ്ങേണ്ടതല്ല. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിട്ടും ബോസ് എന്ന ബിൽഡിങ്ങിന്റെ മുകളിൽ താഴേക്ക് ചാടുന്നു പറഞ്ഞ് ഇവൾ കൊണ്ട് ഐ ലവ് യു പറയിച്ചില്ലേ? കണ്ടില്ലേ ശാന്തി, ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ. അജയ്, ഏയ് നീ ആരെ കാത്തിരിക്കാ? വേഗം കേക്ക് ടേസ്റ്റ് പോവടി, ഒന്ന് വേഗം ആട്രി. അടുത്ത ബർത്ത്ഡേക്ക് മുമ്പെങ്കിലും ഒന്ന് കട്ട് ചെയ്യ്. എടി നീ മര്യാദയ്ക്ക് കട്ട് ചെയ്യുന്നോ അതോ ഞാൻ കട്ട് ചെയ്യണോ? കട്ട് ചെയ്യാൻ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday dear Geeta. Happy birthday to you. Happy birthday Geeta.
Wow, nice gift for you. താങ്ക്സ്. യെസ് 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 കേക്ക് കട്ടിയടി കട്ട് ചെയ്ത് കൊടുക്ക്. ആ ഹലോ അണ്ണാ, ബർത്ത്ഡേ പാർട്ടിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണോ? ദാ ഗീത വരുന്നുണ്ട്. എന്താ അജയ്, എന്താ ബർത്ത്ഡേക്ക് വരാത്ത? ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്തു. പറ അജയ്, എന്താ വരാതിരുന്നെ? എന്താ ഞാൻ വരാത്തോണ്ട് നിന്റെ ബർത്ത്ഡേ പാർട്ടി നടന്നില്ലേ? വരേണ്ടവരൊക്കെ വന്നില്ലേ? വരേണ്ടവരോ? ഓ, ആര്യ വന്നതാണോ? അയ്യോ, അവൻ തന്ന ഗിഫ്റ്റ് ആയതൊന്ന് നോക്കിയേ. ഇതിലെന്തൊക്കെയോ കളിയുണ്ടല്ലോ. അണ്ണന്റെ പെണ്ണിനെ വീഴ്ത്താൻ അണ്ണന്റെ ഫോട്ടോ തന്നെ വെച്ച് ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ് ഇവൻ അഭ്യാസിയാണെന്നാ. ഞാനും അത് തീരെ പ്രതീക്ഷിച്ചില്ല അജയ്. ആര്യ നമ്മളെ തമ്മിൽ അകറ്റാനാണെങ്കിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തരേണ്ട കാര്യമുണ്ടോ? നമ്മൾ ആര്യ വെറുതെ സംശയിക്കുക. അവന് നമ്മളോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഹീസ് റിയലി എ നൈസ് ഗായ്. ബൈ. യെസ്, ഐ ആം റിയലി നൈസ് ഗായ്. ബോസ്, എന്റെ ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? നല്ലതല്ലേ? എന്താ ബോസ്, ഗീതയ്ക്ക് നിങ്ങൾ ഇഷ്ടമായതുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേ. എന്നോടായിരുന്നു ഇഷ്ടമെങ്കിൽ എന്റെ ഫോട്ടോ തീർച്ചയായിട്ടും കൊടുക്കുമായിരുന്നു. നിന്റെ ഫോട്ടോ ആയാലും എന്റെ ഫോട്ടോ ആയാലും ലവർ ഹാപ്പി ആയിരിക്കണം, അത്രേ ഉള്ളൂ. കേട്ട് പഠിക്കടാ. എന്തിനാ ബോസ് ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്നത്? ബോഡി ചീത്തയാവില്ലേ? ഞാൻ പ്രേമിക്കുന്ന പെണ്ണ് ഇഷ്ടപ്പെടുന്ന ബോഡിയായത്. വല്ല പാലോ ജ്യൂസൊക്കെ വാങ്ങിച്ചു കുടിക്കേ. മുടങ്ങാതെ വ്യായാമം ചെയ്യണേ. ബോസ്, എനിക്ക് ഗീതയെ ഇഷ്ടം, ഗീതയ്ക്ക് ബോസിനെ ഇഷ്ടം. അതുകൊണ്ട് ബോസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവനെ ഒതുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നണം. ഈ പ്രാവശ്യം ആ ടെൻഡർ നമുക്ക് തന്നെ കിട്ടണം. വേറൊരുത്തിനും അത് കിട്ടാൻ പാടില്ല. ടെൻഡർ ബോക്സിനടുത്ത് നമ്മുടെ രണ്ടാൾക്കാർ എപ്പോഴും ഉണ്ടായിരിക്കണം. അതെന്തിനാണെന്ന് മനസ്സിലായോ? യെസ് സർ. എവനെങ്കിലും അതിൽ ടെൻഡർ ഇടാൻ ശ്രമിച്ചാൽ ആ കൈ വെട്ടിയേക്കാൻ സുബ്ബുവിനോട് പറഞ്ഞേരെ. എന്താണ് ഇവിടെ ഒരു മീറ്റിംഗ് പോലെ? എന്താ, പൈസ എന്തെങ്കിലും വേണോ? എന്താ, കോളേജ് വല്ല പ്രശ്നമുണ്ടോ? ഉണ്ടോടാ? അതെങ്കിൽ. ഓ, സുബു, ആ സുബു, പിള്ളേർക്ക് എന്തോ പ്രശ്നമുണ്ട്, ചോദിക്കേ. അതിന്റെ കൂടെ ടെൻഡർ കാര്യം കൊണ്ട് നോക്കിക്കോ.